എൻ്റെ ലൈഫിൽ എൻ്റെ ഫാമിലി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. എനിക്കൊരു വിഷമം വന്നാലോ സങ്കടം വന്നാലോ അല്ലെങ്കിൽ ഒരു സന്തോഷം വന്നാലോ ഒക്കെ ഞാൻ എൻ്റെ എല്ലാം ഷെയർ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്കിപ്പോൾ 30 വയസ്സാവാറായി. എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 26 വർഷത്തെ ഒരു കഥ എനിക്ക് പറയാനുണ്ടാവും കേട്ടോ. അതെ, 26 വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ളതെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ വിശ്വസിക്കാമോ? സത്യമാണടാ. എനിക്ക് വളരെ ചുരുക്കം ഫ്രണ്ട്സേ ഉള്ളൂ കേട്ടോ. അതായത് ചിലപ്പോൾ വിരലിൽ എണ്ണാവുന്നത്ര ഫ്രണ്ട്സേ ഉണ്ടാവുള്ളൂ. അതിലുള്ള എൻ്റെ 3 പില്ലർ ഓഫ് സ്ട്രെങ്ത്സിനെയാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ രാശിക്കുട്ടിയും ജ്യോതിക്കുട്ടിയും. അത് ഞാൻ രാശിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് തന്നെ പറഞ്ഞു തുടങ്ങാം കേട്ടോ. രാശി എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ഡ്രസ് ഇട്ട ആളാണ് കേട്ടോ. ഞാനും അവളും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 26 വർഷത്തെ കഥ ഞങ്ങൾക്ക് ആക്ച്വലി പറയാനുണ്ടാവും. നഴ്സറി തൊട്ടിട്ട് എൻജിനീയറിംഗ് വരെ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും. അപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാലേ അറിയാമല്ലോ ഞങ്ങളുടെ ആ ഒരു ബോണ്ടിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നല്ലതും ചീത്തയും എല്ലാ ക്വാളിറ്റീസും ഒക്കെ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ചിലപ്പോൾ രാശിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. കാരണം ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചാണല്ലോ വളർന്നത്. ഞാനും രാശിയും മാത്രമായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ലോകത്തേക്ക് 2013 നമ്മുടെ ജ്യോതിയുടെ കടന്നുകയറ്റം എന്ന് പറയാം. 2013 എഞ്ചിനീയറിംഗ് സ്വപ്നങ്ങളുമായിട്ട് ഞാനും രാശിയും കൂടെ മംഗലാപുരത്തേക്ക് ട്രെയിന് കയറി. അങ്ങനെ മംഗലാപുരത്ത് എത്തിയപ്പം ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് കിട്ടിയ മുത്തുമണികളാണ് ഞങ്ങളുടെ ശില്പയും ജ്യോതിയും എന്ന് പറയുന്നത്. രണ്ടുപേരും ഞങ്ങൾ മംഗലാപുരത്ത് വെച്ചിട്ടാണ് കേട്ടോ പരിചയപ്പെടുന്നത്. പക്ഷേ ശില്പയുടെ വീട് ആക്ച്വലി കോഴിക്കോടാണ്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയ ശേഷമാണ് കേട്ടോ പരിചയപ്പെടാൻ ഇടയായത്. പക്ഷെ നമ്മുടെ ജ്യോതിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ മലയാളിയാണോ കന്നഡയാണോ എന്ന് ഇതുവരെ അവൾക്ക് തന്നെ അറിയാത്തൊരു ഇതാണ് കേട്ടോ. അതായത് അവളുടെ വീട് വന്നിട്ട് കാസർഗോഡ് ബോർഡറിലാണ്. അതുകൊണ്ട് അവൾക്ക് ആക്ച്വലി ആദ്യമൊക്കെ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അധികവും കന്നഡയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കൂടെ കൂടി നമ്മൾ മലയാളീസ് ആണല്ലോ, നമ്മൾ മലയാളം അവരെ പഠിപ്പിച്ചു എന്നല്ലാണ്ട് നമ്മൾ കന്നഡയൊന്നും പഠിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ജ്യോതി ഇപ്പം നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് മലയാളം പറയൂ കേട്ടോ. ഞങ്ങളെ കൂടെ കൂടിയിട്ടാണെന്ന് കൂട്ടിക്കോ. ഇനി നമ്മുടെ മൂന്നാമത്തെ ആളെ പറ്റി പറയാം, നമ്മുടെ ശില്പ. ശില്പേനെ പറ്റി ഇതാണ് കേട്ടോ ശില്പ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ശില്പേനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാനും ജ്യോതിയും രാശിയും സെയിം ബ്രാഞ്ചിൽ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. പക്ഷേ ശില്പ വേറെ ബ്രാഞ്ചിലായിരുന്നു എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിം കോളേജ് ആണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ടും ഞങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഇത്ര നന്നായിട്ട് പോയി എന്ന് ചോദിക്കുമല്ലോ നിങ്ങളെല്ലാവരും. അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും സെയിം ഹോസ്റ്റലിലാണ് കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 2013 തൊട്ടിട്ട് 2017 വരെ സെയിം ഹോസ്റ്റലിലാണ് ഉണ്ടും ഉറങ്ങിയും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ശില്പേനെ പരിചയപ്പെടുന്നതും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടായി വരുന്നതും കേട്ടോ. എല്ലാ വർഷവും ഏകദേശം 2 തവണയെങ്കിലും നമ്മളെല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. രാശിയും ജ്യോതിയും പറയുമ്പം ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, ശില്പ കാലിക്കറ്റാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ ഞാനുള്ളതാണെങ്കിലോ ഗുജറാത്തിൽ. എന്നാലും ഞാൻ എപ്പോഴാണോ ലീവിൽ വരുന്നതിനനുസരിച്ചിട്ട് രാശിയും ജ്യോതിയും ലീവ് എടുത്തിട്ട് നാട്ടിലേക്ക് വരും, അതായത് കോഴിക്കോടേക്ക് വരും. അതേപോലെ ശില്പയും എങ്ങനെയെങ്കിലൊക്കെ ഞങ്ങളുടെ അടുത്ത് എത്തിപ്പെടും. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി കുറച്ച് ഫുഡൊക്കെ അടിച്ച് കുറേ നേരം സംസാരിച്ച് അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും മീറ്റ് ചെയ്ത് ടൈമൊക്കെ കണ്ടെത്തി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഇത്രയും നന്നായിട്ട് തന്നെ ഇത്രയും കാലങ്ങളായിട്ട്, അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും ഇത്ര അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഈ തവണ ഞാൻ നാട്ടിൽ വന്നപ്പോൾ വമ്പൻ പ്ലാനായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്ത് നമ്മൾ റിസോർട്ടൊക്കെ കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ റിസോർട്ട് ബുക്ക് ചെയ്യണു, അവിടെ ഒരു 1 ഡേ സ്റ്റേ ചെയ്യണു, എന്നിട്ട് അടിച്ചു പൊളിക്കുന്നു, അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ പ്ലാന്. നമ്മളൊരു ബീച്ചിൻ്റെ സൈഡിലുള്ള റിസോർട്ടായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഞങ്ങളിങ്ങനെ സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛന് ചെറിയൊരു മെഡിക്കൽ ഇഷ്യൂസ് കാരണം എനിക്ക് ആ റിസോർട്ടിൻ്റെ ആ ഒരു പ്ലാന് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സിന് റിസോർട്ടിൽ പോകാനും പറ്റിയില്ല. ഞാനില്ലാണ്ട് അവർ പോലല്ലോ, അവരുടെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് ഞാനാണല്ലോ. അങ്ങനെ നമ്മൾ ആ പ്ലാന് ക്യാൻസൽ ആവുകയാണ് ചെയ്തത്. പക്ഷേ നമ്മൾ ഈ സെയിം പ്ലാന് ഏപ്രിലിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കട്ടെ എന്നാണ് ഞങ്ങൾ ദൈവത്തിനോടുള്ള പ്രാർത്ഥന. എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഫ്ലോപ്പ് ആവട്ടോ. അങ്ങനെ റിസോർട്ട് സ്റ്റേയും അല്ലെങ്കിൽ ടൂറൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്, പക്ഷെ ഒന്നും നടക്കാറില്ല. എന്തായാലും ഏപ്രിലിൽ നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ നാട്ടിൽ വന്ന സ്ഥിതിക്ക് അവരെല്ലാവരും നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റിസോർട്ടിലൊന്നും പോകാൻ പറ്റില്ല എന്നറിയാമെങ്കിലും ഞങ്ങളുടെ കൂടെ പഠിച്ച സഞ്ജയിൻ്റെ മാരേജ് ആയിരുന്നു. അപ്പോൾ ആ റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജ്യോതിയും രാശിയും ശില്പയും എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ആ റിസപ്ഷന് പോയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും വിത്ത് ഫാമിലി ആയിരുന്നു കേട്ടോ റിസപ്ഷന് പോയിട്ടുണ്ടായിരുന്നത്. അതായത് എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും മോളും ഉണ്ടായിരുന്നു. അതേപോലെ ശില്പയുടെ കൂടെ ശില്പയുടെ ഹസ്ബൻഡും വാവയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാശിയും ജ്യോതിയും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു റിസപ്ഷന് ഒരുമിച്ച് പോയത് കേട്ടോ. ശരിക്കും എൻ്റെ ഹസ്ബൻഡും ശില്പയുടെ ഹസ്ബൻഡും നന്നായിട്ട് ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം അവർ തന്നെ ഒരുക്കി തന്നു. കാരണം മക്കളെയൊക്കെ അവർ നന്നായിട്ട് നോക്കിയോണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ ഈ ഒരു ഫംഗ്ഷൻ.
ശില്പയുടെ ആമിക്കുട്ടിയും എൻ്റെ വാമിക്കുട്ടിയും ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ റിസപ്ഷന് പോയപ്പം. ശരിക്കും നമ്മുടെ വാമിക്കുട്ടിക്ക് ഒരു കുഞ്ഞ് അനിയത്തിയെ കിട്ടിയ ഫീലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ 4 പേരും കൂടി കഴിഞ്ഞാൽ പരിസരം മറന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എന്തൊക്കെ കഥകളാണ് പറയാനുണ്ടാവുക, എത്ര പറഞ്ഞാലും തീരാത്ത കഥകളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസപ്ഷൻ കഴിഞ്ഞ് ഏകദേശം ഇവരുടെ ക്ലോസ് റിലേറ്റീവ്സ് മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും എൻ്റെ ഹസ്ബൻഡും ശില്പയുടെ ഹസ്ബൻഡും അവിടെ പോസ്റ്റായിട്ട് ഇരിക്കുന്നതായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് അവിടുന്ന് വരാനുള്ള ഒരു മൂടേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫുൾ ടൈം കഥ പറഞ്ഞ് ശരിക്കും ശില്പ പറയുന്ന അയ്യോ വീട്ടിലേക്ക് പോകാനേ തോന്നുന്നില്ല, ഇവിടെ ഇരുന്ന് ഇനിയും ഇങ്ങനെ ഇരുന്ന് അടിച്ചു പൊളിക്കാനാണ് തോന്നുന്നതെന്ന്. അങ്ങനെ നമ്മുടെ റിസോർട്ട് പ്ലാൻ ഒന്നും വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്ക് എല്ലാവരും ഇങ്ങനെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കി തന്നില്ല. അതന്നെ വലിയ കാര്യമല്ലേ. ഇത്രയും ജെന്യൂനായിട്ടുള്ള ഫ്രണ്ട്സിനെ തന്ന ദൈവത്തിന് ഒരുപാട് നന്ദി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ അല്ലേ.